നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദീപക്, നീ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുക. നീ ഇങ്ങനൊക്കെ ചെയ്ത അതിന്റെ മാനക്കേട് നമ്മുടെ കുടുംബത്തിനല്ലേ? ഞാൻ സത്യമായിട്ടും ഫോർജറി ഒന്നും നടത്തിയിട്ടില്ല. ഒരു പാവപ്പെട്ട കുട്ടി അവളുടെ അച്ഛന്റെ ഓപ്പറേഷന് അച്ഛന്റെ ഒപ്പ് വാങ്ങി തരുമെന്ന് ചോദിച്ചു. അച്ഛൻ ഇവിടെ വീട്ടിലില്ലാത്തത് കൊണ്ടും ആ കുട്ടിയുടെ അച്ഛൻ അത്യാസന്ന നിലയിലായതുകൊണ്ടും വേറെ വഴിയില്ലാതെ വന്നപ്പോ ഞാൻ ആലോചിച്ചിട്ട് അച്ഛന്റെ ഒപ്പും സീലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും തോന്നിയില്ല. നീ ദിവ്യയോട് അപമര്യാദയായിട്ട് പെരുമാറിയപ്പോ ഞാനത് പ്രശ്നമാക്കാതിരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് പോകരുതെന്ന് കരുതിയ. നിന്നോട് ഞാൻ ക്ഷമിച്ചതല്ലേ? പ്ലീസ്, ഈ ഒരു തവണ നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? ഓ, ദിവ്യയോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തത് എവിടെ? അതിന് തെളിവെവിടെ? ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ, അതിനുള്ള തെളിവും കയ്യിലുണ്ട്. അതല്ല, അനുസരിക്കില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഈ വീഡിയോ അമ്മാവന് അയച്ചു കൊടുക്കും. ഈ വീഡിയോ അമ്മാവനെങ്ങാനും കണ്ട നിന്നെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ മനസ്സുകൊണ്ട് എന്നിൽ നിന്ന് ഒരുപാട് അകലെയാ. ഈ വീഡിയോ കാണിച്ച് വീണ്ടും ഞങ്ങൾക്കിടയിൽ നീ അകലം സൃഷ്ടിക്കരുത്. നീ എന്നൊന്ന് മനസ്സിലാക്കരുത്. ഞാനിതൊക്കെ ചെയ്യുന്നതേ എനിക്കും നിനക്കും തമ്മിലുള്ള അകലം കുറയ്ക്കാനാ. പ്ലീസ് ദീപക്, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ അപേക്ഷിക്കാം. ഞാൻ ഈ വീഡിയോ അമ്മാവനും മീഡിയക്കാർക്കൊക്കെ അയച്ചു കൊടുത്താ നീ അറസ്റ്റിലും ആവും. അമ്മാവന്റെ മന്ത്രി പദവി ചിലപ്പോ നഷ്ടമായെന്നും വരും. ഞാൻ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. എനിക്ക് നിന്റെ കൂടെ ഒന്ന് കറങ്ങണം, അത്രേ ഉള്ളൂ. നീ അതിന് സമ്മതിച്ച പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോവാം. എന്തു പറയുന്നു? ഇല്ല, ഞാൻ വരില്ല. എന്നെ കൊന്നാലും ഞാൻ വരില്ല. ചെറിയൊരു ഔട്ടിങ്, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് കാറിൽ പുറത്തു പോകുന്നു, നല്ലൊരു സ്പോട്ടിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കുന്നു, തിരികെ വരുന്നു, അത്രേ ഉള്ളൂ. ഋതിക വന്നാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. സത്യാണോ? പ്രോമിസ്. ഋതിക എന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് വന്നാൽ മാത്രം മതി. ഞാൻ ഈ വീഡിയോ അപ്പോ ഡിലീറ്റ് ചെയ്യും. എന്തു പറയുന്നു? ശരി, ഞാൻ വരാം. പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. കളയാടോ. താൻ പോയി ഡ്രസ് മാറി നല്ല സുന്ദരിയായിട്ട് പോ. അങ്ങനെ വഴിക്ക് വാ മോളെ. ഇനി നിന്നെ ഞാൻ എന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരും. എന്റെ ട്രാപ്പില് നീ വീഴാൻ പോകുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.